ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും CK ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിലവിൽ ഏതായാലും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് FC ആരാധകരെയും കൂടാതെ അതോടൊപ്പം തന്നെ മുംബൈ സിറ്റി FCയുടെ ആരാധകരെയും ഒരുപോലെ അമ്പരിപ്പിക്കുന്ന ഒരു ന്യൂസാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ അഡ്രിയാൻ ലൂണ മുംബൈയിലേക്ക് പോയേക്കുമെന്നും കൂടാതെ തന്നെ മുംബൈയുടെ സൂപ്പർ താരമായ ജോർജ് പെരേര ഡേസ് ടീം വിട്ടേക്കുമെന്നുമാണ് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ കാര്യങ്ങളൊക്കെ നോക്കാൻ പോകുന്നത്. അപ്പോൾ വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. ആദ്യം തന്നെ നമുക്ക് ലൂണയുടെ ആ ഒരു അപ്ഡേറ്റിലേക്ക് കടക്കാം. നിലവിൽ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ സൂപ്പർ താരം അഥവാ ബ്ലാസ്റ്റേഴ്സിന്റെ മജീഷ്യൻ എന്നൊക്കെ അറിയപ്പെടുന്ന ISLലെ തന്നെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായ അഡ്രിയാൻ ലൂണ മുംബൈ സിറ്റി FCയിലേക്ക് ചേക്കേറുമെന്നാണ് നിലവിൽ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ. കൂടാതെ എന്ത് വില കൊടുത്തും ഏത് വിധേനയും തന്നെ ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണയെ ടീമിലേക്ക് എത്തിക്കാൻ കരുത്തരായ മുംബൈ സിറ്റി FC ശ്രമിക്കുമെന്നും ഈ ഒരു റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമായിരുന്നു മുംബൈ സിറ്റി FCയുടെ സൂപ്പർ താരമായിരുന്ന നാസർ അൽ ഖയാത്തി ടീം വിട്ടിട്ടുണ്ടായിരുന്നത്. താരം മറ്റൊരു ISL ക്ലബിലേക്ക് പോകുമെന്നായിരുന്നു റിപ്പോർട്ടുകളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ താരത്തിന്റെ അവസാന തീരുമാനം വീണ്ടും തിരിച്ച് യൂറോപ്പിലേക്ക് പോകും എന്നായിരുന്നു. കൂടാതെ ഈ അടുത്ത് തന്നെയായിരുന്നു മുംബൈ സിറ്റിയുടെ സൂപ്പർ താരമായ ഗ്രേഗ് സ്റ്റുവാർട്ടും ക്ലബ്ബ് വിട്ടിട്ടുണ്ടായിരുന്നത്. ഇതിനെ തുടർന്നുകൊണ്ടാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ സൂപ്പർ താരമായ അഡ്രിയാൻ ലൂണയെ സ്വന്തമാക്കാൻ ഇപ്പോൾ മുംബൈ സിറ്റി FC രംഗത്തേക്ക് വന്നിട്ടുള്ളത്. പക്ഷേ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ, താരം നേരത്തെ നൽകിയ ഒരു ഇന്റർവ്യൂവിൽ താരത്തോട് കേരള ബ്ലാസ്റ്റേഴ്സ് FC വിട്ടുകൊണ്ട് മറ്റേതെങ്കിലും ക്ലബിലേക്ക് പോകുമോ എന്ന് ചോദിച്ചപ്പോൾ താരം മറുപടിയായി പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഞാൻ വിരമിക്കുകയാണെങ്കിൽ അത് കേരള ബ്ലാസ്റ്റേഴ്സ് FCയിൽ തന്നെ ആയിരിക്കും എന്നായിരുന്നു. ലൂണയുടെ ഇത്തരത്തിലുള്ള ഒരു വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് FC വിടാനുള്ള യാതൊരു താല്പര്യവും ലൂണയ്ക്കില്ല എന്ന്. പക്ഷേ ഏതായാലും ഇതൊന്നും തള്ളിക്കളയാനാവില്ല. നിലവിൽ മുംബൈ സിറ്റിയുടെ മികച്ച താരങ്ങളെല്ലാം തന്നെ ക്ലബ്ബ് വിട്ടു പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ മുംബൈ സിറ്റിക്ക് ലൂണയെ പോലെ കരുത്തരായ ഒരാളെ ആവശ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ മുംബൈ സിറ്റി FC ലൂണയെ ഏത് വിധേനയും ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമെന്നും ഈ ഒരു റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്. അടുത്തൊരു വാർത്ത എന്നത് നാസർ അൽ ഖയാത്തി ക്ലബ്ബ് വിട്ടുപോയതിനു ശേഷം നിലവിൽ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മുംബൈ സിറ്റിയുടെ ആരാധകർക്ക് എല്ലാവർക്കും വളരെയധികം നിരാശ വാർത്തയാണിത്. അതെ, മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് FC സൂപ്പർ താരവും കൂടാതെ നിലവിലെ മുംബൈ സിറ്റിയിലെ മുന്നേറ്റ നിരയിലെ കരുത്തുമായ ജോർജ് പെരേര ഡേസ് എന്ന അർജന്റീൻ സൂപ്പർ താരം മുംബൈ സിറ്റി FC വിട്ടേക്കുമെന്നാണ് നിലവിൽ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പെരേര ഡേസ് എന്ന ഈ ഒരു സൂപ്പർ താരം മുംബൈ സിറ്റിയുമായുള്ള തന്റെ കോൺട്രാക്ട് ഒഴിവാക്കിക്കൊണ്ടാണ് ക്ലബ്ബ് വിടുക എന്നും ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഏതായാലും മുംബൈ സിറ്റിയുടെ ഒരു കരുത്ത് തന്നെയായിരുന്നു പെരേര ഡേസ് എന്ന ഈ ഒരു സൂപ്പർ താരം. അതുകൊണ്ട് തന്നെ പെരേര ഡേസ് ക്ലബ്ബ് വിട്ടു പോവുകയാണെങ്കിൽ അത് മുംബൈ സിറ്റി ആരാധകരെ എല്ലാവരെയും തന്നെ വലിയ രീതിയിൽ തന്നെ എഫക്ട് ചെയ്യുകയും ചെയ്യും. ഏതായാലും മുംബൈ സിറ്റിയുടെ സൂപ്പർ കോച്ചായിരുന്ന ബെക്കിംഗ്ഹാം ടീം വിട്ടതോട് കൂടിയാണ് ഈ ഒരു താരങ്ങളെല്ലാം തന്നെ മുംബൈ സിറ്റി FCയിൽ നിന്നും പുറത്തേക്ക് പോവാൻ തുടങ്ങിയത്. ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ഒരു ISLന്റെ 10ാം സീസണിലെ രണ്ടാം പാദ മത്സരങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും മുംബൈ സിറ്റി FCയിൽ ഒരു കൂട്ട പടിയിറക്കമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കൂടാതെ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ സീസണിലെ ശേഷിക്കുന്ന മത്സരങ്ങൾ പുനരാരംഭിക്കുവാൻ വേണ്ടി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ജാനുവരി ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കുവാനും ദിവസങ്ങളും മണിക്കൂറുകളും മാത്രമാണ് ബാക്കിയുള്ളത്. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ വിന്റർ ട്രാൻസ്ഫർ വിൻഡോയിലെ അവസാന നിമിഷങ്ങളിലേക്കാണ് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ കടക്കുന്നത്. ഏതായാലും അതിനാൽ തന്നെ നിരവധി ട്രാൻസ്ഫർ വാർത്തകളും ട്രാൻസ്ഫർ റൂമറുകളും നിലവിൽ പുറത്തേക്ക് വരുന്നുണ്ട്. കൂടാതെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ടീമുകൾ തങ്ങളുടെ ട്രാൻസ്ഫർ നീക്കങ്ങൾ അതിവേഗത്തിൽ ആയിരിക്കും അവസാന നിമിഷങ്ങളിൽ നടത്തുക. അത്തരമൊരു ട്രാൻസ്ഫർ ഡീൽ പൂർത്തിയായിരിക്കുന്നതിന് അരികിലാണ് ISLലെ ടീമായ പഞ്ചാബ് FC. കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ 24 വയസ്സുകാരനായ ലെഫ്റ്റ് വിങ്ങിൽ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കാൻ കേൾപ്പുള്ളതുമായ ബ്രൈസ് മിറാണ്ട എന്ന സൂപ്പർ താരത്തെ സ്വന്തമാക്കുന്നതിന് തൊട്ടരികിലാണ് നിലവിൽ പഞ്ചാബ് FC. കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഒരു ഹ്രസ്വകാല ഡീലിൽ താരത്തെ തങ്ങളുടെ തട്ടകത്തിൽ എത്തിക്കുവാനാണ് പഞ്ചാബ് FC ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ പഞ്ചാബ് FC താരത്തിന്റെ ട്രാൻസ്ഫറിനെ സംബന്ധിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുമായി അവസാനഘട്ട ചർച്ചകളിലാണ്. 2002
2022 മുംബൈ സ്വദേശിയായ ബ്രൈസ് മിറാണ്ടയെ ഗോവൻ ക്ലബ്ബായ ചർച്ചിൽ ബ്രദേഴ്സിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സ് FC സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ബ്ലാസ്റ്റേഴ്സ് ജേഴ്സിയിൽ 12 മത്സരങ്ങളിൽ താരം കളിച്ചെങ്കിലും ഗോളുകളൊന്നും ഇതുവരെ നേടാൻ സാധിച്ചിട്ടില്ല. കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ താരത്തിനു ലഭിക്കുന്ന അവസരങ്ങളും വളരെ കുറവ് തന്നെയാണ്. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പായി അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഒഡീഷയ്ക്കെതിരായുള്ള മത്സരത്തെ തുടർന്നുള്ള ലൈനപ്പ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ആ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോർ പ്രഡിക്ഷനും നിങ്ങളൊന്ന് കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്തരത്തിലുള്ള കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ISLനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ വാർത്തകൾ ലഭിക്കുവാൻ വേണ്ടി എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.